മുത്തുനബി പറയുന്നു, ആയിഷ, ഈ ആത്മാവ് കരയുമെന്ന് നിനക്കറിയുമല്ലോ. ആത്മാവ് കരയുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അതേ സമയത്ത് ഈ ആത്മാവ് ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാണ്? ഹബീബ് പഠിപ്പിക്കുന്നു, ആയിഷ, ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ, ഈ ഡെഡ് ബോഡി കാണുമ്പോൾ, സുബ്ഹാനല്ലാഹ്, എത്ര വർഷം ഞാൻ താമസിച്ചിരുന്നൊരു കൂടാണിത്. ഈ ശരീരത്തെ ഞാൻ എവിടെയെല്ലാം എത്തിച്ചിരുന്നു, എന്തെല്ലാം ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഈ ശരീരം കിടക്കുന്ന ദയനീയ രംഗം കാണുമ്പോൾ, ഈ കാലുകൾ, വിടർന്ന കാലുകൾ, തള്ളവിരൽ പരസ്പരം ചേർത്തി കെട്ടിയിട്ടുണ്ട്, രണ്ട് കൈകൾ ശരീരത്തോട് ചേർത്തി വെച്ചിട്ടുണ്ട്, പുളന്ന വായ ഇതാ മേൽപോട്ട് മുർദാവിലേക്ക് ശീല കൊണ്ട് കെട്ടിയിട്ടുണ്ട്, തുറന്നു നിൽക്കുന്ന കണ്ണാരോ ചിമ്മിപ്പിച്ചിട്ടുണ്ട്, മൂക്കൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ട്, നിന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട്. ആ വീർത്ത വയറ് കൂടുതൽ വീർത്ത് പൊട്ടാതിരിക്കാൻ ഒരു കനമുള്ള 60 ഗ്രാം തൂക്കം വരുന്ന ഒരു സാധനം വയറ്റിന്മേൽ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ ഈ ആത്മാവ് പൊട്ടിക്കരയുന്നു. പക്ഷേ പലതും പടച്ചറബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചതുപോലെ ആത്മാവിന്റെ നൊമ്പരങ്ങളും ആത്മാവിന്റെ കരയലും റബ്ബ് മനുഷ്യനെ തൊട്ട് മറച്ചു വെച്ചതാണ്. ഓരോന്നിനും എന്റെ അടുത്ത് തെളിവ് പറയാനുണ്ട്, ഞാനങ്ങോട്ട് കടക്കുന്നില്ല. അതിനുശേഷം എവിടെയാണോ ഈ ഡെഡ് ബോഡി കിടത്തിയിട്ടുള്ളത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ആത്മാവ് നിൽക്കുന്നുണ്ട്. അവിടെ വരുന്നവരെ മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട്, അവിടെ പറയുന്നത് മുഴുവനും കേൾക്കുന്നുണ്ട്, പ്രതികരിക്കുന്നില്ല. ആത്മാവിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകൾ ആ മയ്യത്തിന്റെ അരികിൽ തന്നെ ആത്മാവ് നിൽക്കുന്നു. അതിനുശേഷം അതാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നു. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് അങ്ങോട്ടെടുക്കുമ്പോൾ ഈ ആത്മാവ് കിടന്നിടപെടുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ആയിഷ, ഈ മയ്യത്തിനോട് ഏറ്റവും കൂടുതൽ ദയവുള്ള, കരുണയുള്ള, വേദനയുള്ള ആളുകളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. വളരെ പതുക്കെ, വളരെ സമാധാനത്തോടുകൂടി, മയത്തോടുകൂടി ഈ മയ്യത്തെടുക്കാൻ പാടുള്ളൂ. ആ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും ആത്മാവ് സജീവമാണ്. എല്ലാം ആത്മാവ് നോക്കി നിൽക്കുകയാണ്. തീർന്നില്ല. കുളിപ്പിച്ചതിനു ശേഷം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കുളിപ്പിക്കാൻ. മയ്യത്തിന്റെ ശരീരത്തിലേക്ക് കൈ തൊട്ടുപോകരുത്. ആവശ്യമില്ലാതെ ശരീരത്തിലേക്ക് നോക്കരുത്. ആ കുളിമുറിയിൽ കയറിയവർ മുഴുവനും മയ്യത്ത് കുളിപ്പിക്കരുത്. ഒരാൾ മാത്രമേ മയ്യത്തിന്റെ ശരീരം തേക്കാൻ പാടുള്ളൂ. അതിന് തീർത്തും നല്ല മൃദുലമായ ശീല ചുറ്റിയിട്ട് വേണം മയ്യത്ത് തൊടാൻ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ച്, മയ്യത്ത് സംസ്കരണം എന്റെ വിഷയമല്ലല്ലോ, ആ കുളിപ്പിച്ചതിന് ശേഷം ഒരു 3 കട്ടം തുണി ഇങ്ങനെ വിരിച്ചു വെച്ച് ആ മയ്യത്തിന്റെ ശരീരത്തിലെ വെള്ളം പതിയെ പതിയെ ഒപ്പിയെടുക്കണം. അത് സാധാ ജീവിക്കുന്നവരെ തോർത്തും പോലെ ഇങ്ങ് തോർത്തരുത്. അത് പതിയെ ഒപ്പി വെള്ളമൊക്കെ എടുത്ത് ഈ വിരിക്കപ്പെട്ട തുണിയിലേക്ക് മയ്യത്തെടുത്ത് വെച്ച് ഈ തുണി വെച്ചതിന് ശേഷം സുബ്ഹാനല്ലാഹ്, നല്ല സുഗന്ധങ്ങൾ പൂശിയിട്ടുള്ളൂ. അതേ, അത് പുകയ്ക്കേണ്ടതൊക്കെ പുകച്ചിട്ടുള്ള അവസാനത്തൊരു പുതിയ പിള ഇറങ്ങലാണ്. അല്ലാ, നമ്മുടെ ചെറുപ്പക്കാര് പുതിയ പിള ഇറങ്ങുമ്പോ ഡ്രസ് അണിയിച്ചു കൊടുക്കാൻ കൂട്ടുകാര് റൂമിലേക്ക് പോകാറില്ലേ? കൂട്ടുകാരല്ലേ സമീപിക്കാറുള്ളത്? കൂട്ടുകാരല്ലേ അത്തറ് പൂശിക്കൊടുക്കാറുള്ളത്? കൂട്ടുകാരല്ലേ മൈക്കപ്പ് ചെയ്തു കൊടുക്കാറുള്ളത്? മോനെ, ഇത് നിന്റെ അവസാനത്തെ ഇറക്കമാണ്. മണ്ണറയിലേക്കല്ല, നിന്റെ മണിയറയിലേക്കുള്ള ഇറക്കമാണ്. മണിയറയിലേക്കല്ല, മണ്ണറയിലേക്കാണ്. ആ ഇറക്കത്തിന് വേണ്ടി
പെണ്ണിന് ഡ്രസ്സുകളൊക്കെ നണിയിക്കപ്പെടുമ്പോൾ ആഖിറുസമാന മക്കൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഹബീബ് പഠിപ്പിച്ചു ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാൻ വകഫിനൂ ഫിയാ മൗതാകും. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വെളുത്തതാണ്, മുത്തുനബിക്ക് ഇഷ്ടം വെളുത്തതാണ്. അതുകൊണ്ട് വെള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ അണിയാൻ ശ്രമിക്കേണ്ടത്. അതേ, അതിലാണ് മരിച്ചവരെ കഫൻ ചെയ്യേണ്ടത്. ഇന്ന് വരെ മുസ്ലിമീങ്ങൾ വെളുത്ത വസ്ത്രത്തിലല്ലാതെ കഫൻ ചെയ്തത് എനിക്കറിയില്ല. അതേസമയത്ത് വെള്ള വസ്ത്രത്തോട് നമ്മിൽ പലർക്കും പുച്ഛമാണ്. മോനെ, ഈ പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വെള്ളത്തുണി ധരിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? ഒരു വെള്ള ഷർട്ട് ധരിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? ഒരു വെള്ള വസ്ത്ര കർച്ചീഫ് ധരിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? അവസാനം നിന്നെ ഇറക്കി വിടുമ്പോൾ, നിന്നെ യാത്ര അയക്കുമ്പോൾ നിനക്ക് തരാനുള്ള വസ്ത്രമാണ്, നിന്നെ അണിയിപ്പിക്കാൻ പോകുന്ന വസ്ത്രമാണ്. മക്കളെ, ആ വെള്ളത്തുണിയിൽ വെച്ചിട്ട് നിന്റെ ശരീരത്തിലെ മുഴുവൻ ദ്വാരങ്ങളിലും പഞ്ഞി വെച്ചിട്ട്, നിന്റെ കണ്ണിൽ പഞ്ഞിയാണ്, നിന്റെ മൂക്കിൽ പഞ്ഞിയാണ്, മുഖ്യസ്ഥാനങ്ങളിൽ പഞ്ഞിയാണ്, വിരലുകളിൽ പഞ്ഞിയാണ്, കാൽവിരലുകളിൽ പഞ്ഞിയാണ്. അല്ലാഹുവിന് സുജൂദ് ചെയ്തിട്ടുള്ള അവയവങ്ങളൊക്കെ പവിത്രമാണ്, അവിടെയൊക്കെ പഞ്ഞിയാണ്. ആ പഞ്ഞി വെച്ച നിന്റെ ശരീരം തുണിയാവസ്ത്രത്തിൽ ആ വെള്ളത്തുണി എടുത്തിട്ട് ഇടഭാഗത്തു നിന്നെടുത്ത് വലഭാഗം മറച്ച്, വലഭാഗത്തിൽ നിന്നെടുത്തിടഭാഗം മറച്ച്, വീണ്ടും ഇടത്തു നിന്നെടുത്ത് വലതു മറച്ച്, വലഭാഗത്തു നിന്നെടുത്ത് ഇടതു മറച്ച്, ഈ 3 തുണിയും അങ്ങ് പൊതിഞ്ഞ് താഴ്ഭാഗത്ത് ചുരുട്ടി കെട്ടിയിട്ട്, നടുവിലും കെട്ടിയിട്ട്, നിന്റെ മുഖം മൊത്തം പഞ്ഞി വെച്ചിട്ട്, അവസാനം നിന്റെ തലഭാഗം കെട്ടുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ആത്മാവ് പറയുന്നൊരു വാചകമുണ്ട്. ഹബീബ് പഠിപ്പിക്കുന്നു, കെട്ടരുത്, ഈ മുഖം മറക്കരുത്, ഈ മുഖത്ത് പഞ്ഞി വെക്കരുത്, ഈ മുഖഭാഗം നിങ്ങൾ കെട്ടരുത്. ഈ ഭവനം ഞാനൊന്ന് കണ്ടോട്ടെ, എന്റെ മക്കളെ ഒന്ന് കണ്ടോട്ടെ, ഈ മക്കളെ ഈ മുഖമൊന്ന് കണ്ടോട്ടെ, എന്റെ പ്രാണേശ്വരിയായ ഭാര്യ ഈ മുഖമൊന്ന് കണ്ടോട്ടെ, എന്റെ കൂട്ടുകാരും മിത്രങ്ങളും ഈ മുഖമൊന്ന് കണ്ടോട്ടെ. അല്ലാ എന്നേക്കുമായിട്ടുള്ള പിരിയല. അതുകൊണ്ട് ഈ മുഖമൊന്ന് ഒരിക്കൽ കൂടി കണ്ടോട്ടെ, ഒരിക്കൽ കൂടി ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് പൊട്ടിപ്പൊട്ടിക്കരയുമെന്ന് അല്ലാഹു ഉണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് ഞാനോ കേട്ടില്ല, നിങ്ങളോ ശ്രദ്ധിച്ചില്ല. ആ മയ്യിത്ത് തുണി കെട്ടിപ്പൊതിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ വെച്ചിട്ട്, ആ സ്ട്രെച്ചറും കട്ടിലിൽ വെച്ചിട്ട് ഇതാ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അല്ലാ, കാർ വരാത്ത വീടുകളുണ്ട്, ഓട്ടോറിക്ഷ വരാത്ത വീടുകളുണ്ട്, ബൈക്ക് പോലും വരാത്ത വീടുകളുണ്ട്. അതേ സമയത്ത് ഈ വാഹനം വരാത്ത വീടുകളില്ല. അത് ബുക്കിംഗ് റെഡിയാ, അത് റീകൺഫോൺ വേണ്ടതില്ല. മോനെ, ആ വാഹനത്തിന് പോകാൻ റോഡുകൾ കുഴിയും കുണ്ടും കുഴിയുമില്ല. ആളുകൾ ചുമന്ന് ആ വാഹനത്തിൽ കയറ്റിയിട്ട് നിന്നെ അങ്ങിറക്കുമ്പോൾ മോനെ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയെത്ര മയ്യിത്ത് സംസ്കരണങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഉമ്മമാര് മരിച്ചവര് കൂട്ടത്തിലില്ലേ? ഉപ്പമാര് മരിച്ചവര് കൂട്ടത്തിലില്ലേ? ഭർത്താക്കൾ മരിച്ച പെണ്ണുങ്ങളില്ലേ? മക്കൾ മരിച്ച ഉമ്മമാരില്ലേ? ഉമ്മമാര് മരിച്ച മക്കളില്ലേ? കേൾക്കണോ? ആ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവിനെ കുളിപ്പിച്ചിട്ടില്ല, ആത്മാവിനെ കഫൻ ചെയ്തിട്ടില്ല. ആത്മാവ് എവിടെയോ? അപ്പോഴും കട്ടിലിന്റെ മുകളില്, ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആളുകളൊക്കെയും മുന്നോട്ട് മുന്നോട്ട് നോക്കി നടക്കുമ്പോ ഈ ആത്മാവ് നോക്കുന്നത് വിട്ടുപിരിയുന്ന ഭവനത്തിലേക്കാ, വീട്ടിലേക്കാ. ആ വീട്ടിലേക്ക്
താഴേക്ക് നോക്കിയിട്ട് അലമുറയിടുന്ന പെണ്ണുങ്ങള്, വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങള്, സങ്കടപ്പെടുന്ന ഉമ്മമാര് അതിലേക്ക് നോക്കിയിട്ട് പറയുന്നൊരു വാക്ക്, ചെറുപ്പക്കാരായി നാളെ ഈ അസ്തമയത്തിന് ശേഷം, സുബ്ഹിന് ശേഷം സൂര്യൻ ഉദിക്കുമെന്ന് എങ്ങനെ നിനക്കുറപ്പുണ്ടോ? ഉദിച്ച സൂര്യൻ അസ്തമിക്കുമെന്ന് എന്തുമാത്രം നിനക്ക് വിശ്വാസമുണ്ടോ? ഇതുപോലെ വിശ്വസിക്കേണ്ടതല്ലേ ഹബീബ് പഠിപ്പിക്കുന്നു. ഈ ആത്മാവ് വിട്ടുപിരിയുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, മയ്യിത്തിറക്കി കൊണ്ടുപോകുമ്പോ ആത്മാവ് പറഞ്ഞതെന്താണ്? യാ ജമാഅത്തീ, ഓ കുടുംബാംഗങ്ങളെ, ഓ കൂട്ടുകാരെ, മിത്രാദികളെ, ബന്ധുക്കളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ലാ യഗ്റന്നകുമുദ്ദുനിയാ വലാ കമാ ഗറത്നി. ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ, ദുനിയാവിലെ രസങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും കണ്ടിട്ട് ഞാനിതങ്ങ് മതിമറന്നു പോയതുപോലെ, ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടപ്പോ, ഇതിന്റെ സൗന്ദര്യങ്ങൾ കണ്ടപ്പോ, ഇവിടുത്തെ പച്ചപ്പുകൾ കണ്ടപ്പോ, ഇവിടുത്തെ സുഖലോലുപതയോടുകൂടെയുള്ള ജീവിതം കണ്ടപ്പോ ഞാനങ്ങ് പെട്ടുപോയി. ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ കഴിഞ്ഞില്ല, ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഒരുങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത്, എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുതേ എന്ന് പറയാതെ ഒരു ഉപ്പയും നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഒരു ഉമ്മയും ഇറങ്ങിയിട്ടില്ല, ഒരു മയ്യത്തും വീട് വിട്ടിറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങുകയില്ല. പറഞ്ഞതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. വീണ്ടും പറയുന്നു ആയിഷ, ആളുകളൊക്കെ അങ്ങനെ മയ്യിത്ത് കൊണ്ടുപോയി പള്ളിയിലോ സമാനമായ സ്ഥലത്തോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അവസാനമായി നിനക്ക് വേണ്ടി നിസ്കാരം നടത്തി. നിസ്കാരം കഴിയുമ്പോ പലരും പിരിഞ്ഞുപോയി, ബന്ധുക്കൾ പിരിഞ്ഞുപോയി. നീ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പലരും നിന്നെ അനുഗമിച്ചിരുന്നു. യത്ബഉൽ മയ്യിത്ത സലാത്തുൻ, 3 കാര്യങ്ങൾ അനുഗമിച്ചിരുന്നു. അഹ്ലുഹു, ബന്ധുക്കൾ കൂടെയുണ്ടായിരുന്നു. വമാലുഹു, ഒരു മയ്യിത്തിന്റെ താഴെ വെച്ചിരിക്കുന്ന പിരിപ്പും പുതപ്പും കൂടെയുണ്ടായിരുന്നു. ഒരു പായയുണ്ടായിരുന്നു, കട്ടിലുണ്ടായിരുന്നു, സ്ട്രെച്ചറുണ്ടായിരുന്നു. വമാലുഹു വഅമലുഹു, ആ മയ്യിത്തിന്റെ ശരീരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു മെമ്മറിയുണ്ട്. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല പ്രവർത്തനങ്ങളും സേവ് ചെയ്തിട്ടുള്ള, ഒപ്പിയെടുത്തിട്ടുള്ള ഒരു മെമ്മറിയുണ്ട്. ആ മെമ്മറിയും മയ്യിത്തിന്റെ കൂടെയുണ്ട്. നിസ്കാരങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ അതേ പലരും പിരിഞ്ഞുപോയി, ബന്ധുക്കൾ പിരിഞ്ഞുപോയി, നാട്ടുകാർ പിരിഞ്ഞുപോയി. ആ സമയത്ത് ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, സഹോദരാ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് കരുതിയില്ല. എന്റെ ഭവനമൊന്നു കാണാൻ, എന്റെ വീടൊന്നു കാണാൻ, ആ ഉദ്ഘാടനത്തിലൊന്ന് പങ്കെടുക്കാൻ എന്റെ കൂട്ടുകാർക്ക് സമയം കിട്ടിയില്ലല്ലോ. എന്റെ കല്യാണത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ട് എന്റെ മണിയറ ഒരുക്കി തന്ന കൂട്ടുകാർ, ഞാൻ വീട് കൂടിയിരുന്ന സമയത്ത് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് വീട്ടിലെ സൗകര്യങ്ങൾ വിലയിരുത്തിയ കൂട്ടുകാർ, ഉദ്ഘാടന ദിവസം പലതും കൊണ്ടുവന്ന് എന്നെ സന്തോഷിപ്പിച്ച എന്റെ കൂട്ടുകാർ, എന്നേക്കും എനിക്ക് കിടക്കാനുള്ള വീട്ടിലേക്ക് ആ വീടൊന്നു കാണാൻ, എന്നെ ഇറക്കുന്നതൊന്നു കാണാൻ, എന്നെ കിടത്തുന്നതൊന്നു കാണാൻ, എന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ.